ചെറിയൊരു ആശ്വാസത്തോടെ അവൻ ഇരുവരും അകത്തേക്ക് കയറി. അവൾ ആ വീടിനകം ചുറ്റിലും നോക്കി. അവളുടെ അമ്മ വീട്, അമ്മ താമസിച്ച വീട് അവൾ കണ്ടെത്തി. ഇനി അമ്മയിലേക്ക് അധികം ദൂരമില്ല എന്നവൾ ഓർത്തു. അയാൾ അവർക്കായി ഒരു റൂം കാണിച്ചു കൊടുത്തു. കോണിപ്പടികൾക്ക് മുകളിലുള്ള റൂമാണ് അവൾക്കായി നൽകിയത്. എന്നാലും അവൾ മുത്തശ്ശി പറഞ്ഞു കേട്ട അയാളുടെ പ്രയർ റൂം എവിടെയാണെന്നാണ് തിരഞ്ഞത്. ഫാദർ, ഒരു റൂം കൂടി തരാമോ അയാൾക്ക്? ഡു യു നോ മലയാളം? യാ, ഇറ്റ്സ് മൈ മദർ ടങ്. അത് കേട്ടതും അയാൾ അവളെ സംശയത്തോടെ നോക്കി. പക്ഷേ ഇവിടെ മറ്റു റൂമുകളൊന്നും ഒഴിവില്ല. ഇയാൾ എന്നൊരു ദിവസമല്ലേ ഇവിടെ ഉള്ളൂ. ഈ ഒരു രാത്രി അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. ഇറ്റ്സ് ഓക്കെ ഫാദർ, സാരമല്ല. അത്രയും പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോയി. അന്ന് രാത്രി അവർ 3 പേരും ഡിന്നറിന് ഒരുമിച്ചിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് അയാൾ ഇടയ്ക്കിടെ എൽസയെ നോക്കുന്നുണ്ടായിരുന്നു. നിൻ്റെ ജന്മനാട് ഏതാണ്? ഇംഗ്ലണ്ടാണോ? നോ, ഞാൻ ജനിച്ചത് ഇവിടെയാ. ഐ മീൻ കേരളത്തിൽ തന്നെയാ. നിൻ്റെ മമ്മയാണോ അതോ പപ്പയാണോ ഈ നാട്ടിലുണ്ടായിരുന്നത്? മമ്മ ആംഗ്ലോ ഇന്ത്യൻ ആയിരുന്നു. ഓ, അതാണല്ലേ ഇത്ര നന്നായിട്ട് മലയാളം വഴങ്ങുന്നത്. അതെ. സർനെയിമായിട്ട് സ്വന്തം പപ്പയുടെ മമ്മയുടെ പേരില്ലാത്തെന്താ? അത് ഞാൻ വളർന്നത് ഗ്രാൻഡ്പയോടൊപ്പമാണ്. സോ ഫാദർ, എൻ്റെ പപ്പയും മമ്മയും ഡിവോഴ്സാണ്. അവരെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല. ഫാദർ എന്നോട് അവരെക്കുറിച്ചൊന്നും ചോദിക്കരുത് പ്ലീസ്. പക്ഷേ ഇതൊന്നും ഫ്രാൻസിസ് എന്നോട് പറഞ്ഞിട്ടില്ല. അത് ചിലപ്പോൾ നാണക്കേട് വിചാരിച്ചിട്ടായിരിക്കും. ശരി, ഞാൻ നാളെ തന്നെ അവനൊരു കത്തയക്കാം. കൊച്ചുമകൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ വിളിച്ചു പറയാം. ഞാൻ അവനെ വിളിച്ചിട്ട് കുറച്ച് നാളായി. അല്ല, ഗ്രാൻഡ്പ ഇപ്പോൾ നാട്ടിലില്ല. അദ്ദേഹം ഒരു യാത്രയിലാണ്. തിരികെ വന്നിട്ട് കത്തയക്കുമെന്ന് പറഞ്ഞിരുന്നു. ഓ, നിൻ്റെ പേരെന്താണെന്നാണ് പറഞ്ഞത്? എൽസ. എൽസ ഇവിടെ എന്ത് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് വന്നത്? അത് ഈ പഴയ കുളങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാൻ, നമ്മുടെ പൈതൃകങ്ങളെക്കുറിച്ച് പഠിക്കാൻ. ഇവിടെയും ഒരു കുളം ഉണ്ടല്ലോ. ഉണ്ട്. പക്ഷേ അവിടെ പോകാൻ കഴിയില്ല. അവിടെ മാത്രമല്ല, ഈ വീടിൻ്റെ പല ഭാഗങ്ങളിലേക്കും നിനക്ക് അനുവാദമില്ല. അത് എവിടെയൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. കാരണം ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെല്ലുന്നത് അവിടേക്കായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്ന റൂം ഒഴികെ മറ്റെവിടേക്കും പോകരുത്. ഓക്കെ ഫാദർ. നിങ്ങൾ എത്ര ദിവസം ഉണ്ടാകും? പറയാൻ കഴിയില്ല. തേടി വന്ന സാധനം കിട്ടുന്നത് വരെ. എന്ത് തേടി വന്നു? ഡേവിഡ്, എന്താ അവിടെ ഒരു ശബ്ദം എന്ന് ചോദിച്ചുകൊണ്ട് അയാൾ എഴുന്നേറ്റ് പോയി. ഡേവിഡ്, അതിൻ്റെ പപ്പയുടെ പേരാണല്ലോ എന്നും പറഞ്ഞ് അവളും അയാളുടെ പിന്നാലെ ചെന്നു. പക്ഷേ അവിടെ അയാളെ എങ്ങും കണ്ടില്ല, മറ്റാരെയും കണ്ടില്ല. ഇയാളിത് എവിടെ പോയി എന്ന് പുറകുറുത്തുകൊണ്ട് അവൾ അയാളവിടെ തിരയാൻ തുടങ്ങി. മുന്നിൽ ഒരു ഇരുണ്ട വഴിയേ ഉള്ളൂ. പക്ഷേ കുറച്ചകലെ എന്തൊക്കെയോ ശബ്ദ കോലാഹലങ്ങൾ കേൾക്കുന്നുണ്ടാകും. പാത്രങ്ങൾ എടുക്കുന്നതും വയ്ക്കുന്നതുമായ ശബ്ദങ്ങൾ. അപ്പോൾ അത് കിച്ചനായിരിക്കുമെന്ന് ഊഹിച്ചുകൊണ്ട് അവൾ അതിനടുത്തേക്ക് ചെന്നു. അവിടെ ഒരു സ്ത്രീ ഇരിക്കുന്നത് അവൾ കണ്ടു. അവൾ അവരുടെ അടുത്തേക്ക് ചെന്നു. ഹലോ മാം, നിങ്ങൾ ഇവിടുത്തെയാണോ? ആണെങ്കിൽ നിങ്ങളോടൊരു കാര്യം ചോദിക്കണമായിരുന്നു എന്ന് പുലമ്പിക്കൊണ്ട് അവൾ അവരുടെ അടുത്തേക്ക് ചെന്നു. എൽസ, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? അല്ല, ഞാൻ ഈ സ്ത്രീ ഇവിടെ ഉണ്ടായിരുന്ന ആളോടെ പോയി. ആര്? ഇവിടെ ഒരു ലേഡി ഇരിപ്പുണ്ടായിരുന്നു.
ഏതിലേടി? ഞാനിവിടെ വന്നപ്പോൾ ആരെയും കണ്ടില്ല, നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നീ ഇവിടെ ഒറ്റയ്ക്ക് എന്താ ചെയ്യുന്നേ? അല്ല ഷാരോൺ, ഞാനിവിടെ ലേഡിയെ കണ്ടതാ. ഏത് ലേഡി? നീ വന്നേ, മനുഷ്യനെ വെറുതെ പേടിപ്പിക്കാതെ എന്നും പറഞ്ഞ് അവൻ അവളെയും വിളിച്ച് അവിടെ നിന്ന് പോയി. അവർ അവിടെ നിന്ന് നേരെ അവരുടെ റൂമിലേക്ക് വന്നു. ഞാൻ അവിടെ ഒരു സ്ത്രീയെ കണ്ടു ഷാരോൺ, ആ കിച്ചണിൽ. അത് നിനക്ക് തോന്നിയതായിരിക്കും. ഇതാ നോക്ക്, ഈ വീട് അത്ര നല്ല വീടൊന്നുമല്ല, പ്രേതങ്ങളൊന്നും കാണില്ല. പക്ഷേ ചാത്തനെ സേവിക്കുന്ന വ്യക്തിയായതുകൊണ്ട് മാലാഖയും കാണാൻ പോകുന്നില്ല. ഡു യു ഗെറ്റ് ഇറ്റ്? ഇതാ നോക്ക്, നാളെ ഞാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ നീ തനിച്ചാണ് എന്ന് കരുതി ഒറ്റയ്ക്ക് ഒരിടത്തേക്കും പോകരുത്. ഇടയ്ക്കിടെ ഞാനിവിടെ വരും. ഞാനും കൂടി വന്നിട്ട് നീ അമ്മയെ തിരയാൻ തുടങ്ങാവൂ. ഓക്കെ? ഓക്കെ എന്ന് പറയൂ. നിനക്ക് എൻ്റെ മേൽ ഇത്ര കരുതലാണോ? നീ ആ വാട്സപ്പിൽ ബ്ലോക്ക് മാറ്റൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ടാ. അത് ഞാൻ ചെയ്യാം. പക്ഷെ ഞാൻ ചോദിച്ചതിന് ഉത്തരം തന്നില്ല. നിനക്ക് എൻ്റെ മേൽ അത്ര കരുതലാണെന്ന് കൂട്ടിക്കോ. നിൻ്റെ മുത്തശ്ശി എന്നെ വിശ്വസിച്ചാണ് നിന്നെ ഇവിടെ പറഞ്ഞയച്ചത്. നിന്നെ ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ചേൽപ്പിക്കേണ്ടത് എൻ്റെ കടമയാണ്. എനിക്ക് ഈ വീടും അയാളെ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. നിന്നെ ഇവിടെ തനിച്ചാക്കി പോകുന്നതിൽ എനിക്ക് നല്ല ദേഷ്യമുണ്ട്. പക്ഷെ വേറെ വഴിയില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത്. മനസ്സിലായോ? എടി മനസ്സിലായോന്നു? ആ മനസ്സിലായി. മുത്തശ്ശി പ്രത്യേകം പറഞ്ഞതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ കെയർ ചെയ്യുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് എന്നോട് ഇഷ്ടം ഉണ്ടായിട്ടില്ല എന്നല്ല ഉദ്ദേശിച്ചേ. അങ്ങനെ ഞാൻ പറഞ്ഞോ? പിന്നെ നീ എന്താ ഉദ്ദേശിച്ചേ? ഓക്കെ, വാട്ട് എവർ. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ശരി, കിടന്നുറങ്ങിക്കോ. ബാക്കി നാളെ. പിന്നെ ഞാനും കൂടി ഈ റൂമിൽ കിടക്കുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. പോടാ ചൊക്രക്കണ്ണ, എനിക്ക് നിന്നെ പേടിയൊന്നുമില്ല. ഷാരോൺ, ഷാരോൺ, എന്ത് പറ്റി? നിനക്കെന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ? എന്ത് ശബ്ദം? എന്തെങ്കിലും ശബ്ദം? ആരെങ്കിലും കരയുന്നത് പോലെ? എൽസ, നീ വീണ്ടും തുടങ്ങിയോ? അല്ല ഷാരോൺ, ഞാൻ സത്യത്തിൽ കേട്ടു. കൂട്ടത്തിൽ ആരോ എൻ്റെ പേര് വിളിക്കുന്നത് പോലെ എനിക്ക് തോന്നി. നിൻ്റെ പേര് ഇവിടെ ആര് വിളിക്കാനാ? അറിയില്ല, പക്ഷെ ഞാൻ കേട്ടു എന്നുള്ളത് സത്യം തന്നെയാണ്. ഷാരോൺ, ഇവിടെ അയാൾ മുമ്പ് ഒരുപാട് പെൺകുട്ടികളെ വെടികൊടുക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴും അത് ഉണ്ടോ എന്നറിയില്ല. പക്ഷെ ഉണ്ടെങ്കിലോ? ശരി, നീ ഇവിടെ തന്നെ ഇരിക്കും. ഞാൻ പോയിട്ട് വരാം. വേണ്ട, നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടി വരാം. ശരി, വാ. ഇരുവരും റൂമിന് പുറത്തേക്ക് നടന്നു.
എൽസയ്ക്ക് ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ വ്യക്തമായി കേൾക്കാമായിരുന്നു. അവൾ ആ ഭാഗത്തേക്ക് നടന്നു. പിന്നാലെ ഷാരോണും. കുറച്ച് ദൂരം നടന്നിട്ടും ഷാരോൺ അവിടെ ആരെയും കണ്ടില്ല. നീ ഇതെങ്ങോട്ടാ പോകുന്നേ? ആ പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ട ഭാഗത്തേക്ക്. ഏത് പെൺകുട്ടി? നീ ആ കരച്ചിൽ കേൾക്കുന്നില്ലേ? നമ്മൾ അതിന് തൊട്ടടുത്തെത്തി. എൽസ, ഞാനൊരു കരച്ചിലും കേൾക്കുന്നില്ല. വാട്ട്? നിനക്കൊന്നും കേൾക്കുന്നില്ലേ? ഇല്ല, ഞാനൊന്നും കേൾക്കുന്നില്ല. പക്ഷെ എനിക്കിപ്പോഴും കേൾക്കുന്നുണ്ട്. എൽസ, നീ വാ, ഇവിടെ ഒന്നും ശരിയാകില്ല, നമുക്ക് പോകാം. ഇല്ല ഷാരോൺ, എനിക്കിവിടെ അടുത്തൊന്നും ആ കരച്ചിൽ കേൾക്കാം. ഇവിടെ എവിടെയോ ഒരു പെൺകുട്ടിയുണ്ട് എന്നും പറഞ്ഞ് അവൾ നടന്ന് ഒരു വാതിലിന് മുന്നിലെത്തി. ഇവിടെ നിന്നാ ഈ കരച്ചിലിന് ശബ്ദം വരുന്നേ. പക്ഷെ ഇത് പൂട്ടിയിരിക്കുമല്ലേ? അതെ, അതാ എനിക്ക് ഡൗട്ട്. നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ? എൽസ, ഇത് പൂട്ടിയിരിക്കുക, പൂട്ട് തല്ലി പൊളിക്കാനേ പറ്റൂ എന്ന് പറഞ്ഞതും പെട്ടെന്ന് പിന്നിലൊരു അനക്കം കേട്ടു. എന്താ ഇവിടെ? നിങ്ങളെന്താ ഇവിടെ? അത് ഞങ്ങളെന്തോ കരച്ചിൽ. ആരുടെ കരച്ചിൽ? അല്ല, എന്തോ ശബ്ദം കേട്ട് വന്നതാ. ഈ വീട്ടിൽ നിന്ന് പല ശബ്ദങ്ങളും കേൾക്കും, പക്ഷെ അതിന് ചെവി കൊടുക്കാൻ നിൽക്കണ്ട, കേട്ടല്ലോ? പൊക്കോ. ശരി. അവർ പോയി കഴിഞ്ഞതും അയാൾ ആ റൂം പൂട്ടിയിട്ടുണ്ടെന്ന് ഒന്നുകൂടി ഉറപ്പ് വരുത്തിയിട്ട് അവിടെ നിന്ന് പോയി. പക്ഷേ ഇത് ദൂരെ നിന്ന് എൽസ കാണുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ അവർ രണ്ടുപേരും വീട്ടിൽ നിന്നിറങ്ങി അവിടെ അടുത്തുള്ളൊരു കഫേയിൽ വന്നിരുന്നു. എവിടെ നിന്നാണ് നമ്മൾ അന്വേഷണം തുടങ്ങുക? ആരോടെ ഇതിനെക്കുറിച്ചൊന്ന് ചോദിക്കുക? എനിക്കാണെങ്കിൽ ഇവിടെയുള്ള ആരെയും പരിചയമില്ല. പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? വാ, നമുക്ക് തിരികെ പോകാം. ആ ഭാഗ്യവനിലും കണ്ടിട്ട് തന്നെ പേടിയാവുന്നു, പിന്നെ ആ വരട്ട് കിളവനെയും. സോ അതുകൊണ്ട് തിരിച്ചു പോകണമെന്നാണോ? അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും ദൂരം ഇവിടേക്ക് വന്നത്. പിന്നെ എന്ത് ചെയ്യുമെന്ന് നീ പറ. എടാ, നീ എന്തെങ്കിലും ഐഡിയ പറഞ്ഞതാ? എനിക്കൊരു ഐഡിയ ഇല്ല. ഈ പരിപാടി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിന്നെ കൊണ്ട് തിരികെ പോകണം, അത്രേ ഉള്ളൂ എൻ്റെ ഐഡിയ. ഈ പൊട്ടനാണല്ലോ മുത്തശ്ശി എൻ്റെ കൂടെ പറഞ്ഞയച്ചത്. എന്താ? ഒന്നുമില്ല, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്താ ചെയ്യേണ്ടതെന്ന്. എന്നാ ആലോചിക്കും. ഒരാളുണ്ട്. ആര്? മമ്മയുടെ ഡെലിവറി സമയത്തുണ്ടായിരുന്ന ഒരു സ്ത്രീ. എടാ, അവരോടാ നമ്മൾ ആദ്യം സംസാരിച്ചത്. ഏത്? നിൻ്റെ ആ ഭാർഗവി നിലയത്തിനടുത്ത് താമസിക്കുന്നവരോ? മുത്തശ്ശി പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മമ്മയുടെ വീട്ടിനടുത്തുള്ള ഒരാൾ, അവരാണന്ന് മുത്തശ്ശിയെ സഹായിച്ചത്. നമുക്കവിടെ പോയി നോക്കിയാലോ? ശരി, ബാ. ഇരുവരും ആ വീടിന് മുന്നിലെത്തി. വാതിലിൽ മുട്ടി. വീണ്ടും അതേ ആൾ തന്നെയാണ് വന്ന് വാതിൽ തുറന്നത്. എന്താ? മാം, ഞങ്ങൾ കാര്യം ചോദിക്കാനാണ് വന്നത്. എന്ത് കാര്യം? നിങ്ങളുടെ പേര് റോസ്ലിൻ എന്നാണോ? അതെ. എന്താ? മാം, ഞാൻ ഈ വീട്ടിലുണ്ടായിരുന്ന റേച്ചൽ എന്നയാളെ അന്വേഷിച്ചു വന്നതാ. റേച്ചൽ? നിങ്ങളാരാ? എവിടെ നിന്നാണ് വരുന്നേ? മാം, എൻ്റെ പേര് എൽസ എന്നാണ്. എൽസ? റേച്ചലിൻ്റെ മകൾ. അതും പറഞ്ഞ് അവർ പെട്ടെന്ന് അവളെ വലിച്ചകത്തേക്ക് കയറ്റി. മോളെന്താ ഇവിടെ? എങ്ങനെ ഇവിടെ വന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്? മോൾ ഇവിടേക്ക് ഒരിക്കലും വരാൻ പാടില്ലായിരുന്നു. എന്താ മാം ഇങ്ങനെയൊക്കെ പറയുന്നേ? മോളിപ്പോൾ എന്തിനാണ് ഇവിടേക്ക് വന്നത്? ഞാൻ എൻ്റെ പപ്പയും അമ്മയും അന്വേഷിച്ചിറങ്ങിയതാ. പപ്പയും അമ്മയോ? അതെ. എനിക്ക് അവരൊക്കെ എവിടെയാണെന്നറിയണം, എന്താ സംഭവിച്ചെന്നറിയണം. പറ്റുമെങ്കിൽ തിരിഞ്ഞ് കണ്ടുപിടിച്ച് കൂടെ കൊണ്ടുപോകണം. അത് കേട്ടതും അവർ വലിയൊരു ദീർഘനിശ്വാസം അയച്ചു. എന്താ മാം? എനിക്കിത് മോളോട് എങ്ങനെ പറയണമെന്നറിയില്ല. മോളുടെ മമ്മയെ കാണാതായിട്ട് വർഷം 25 കഴിഞ്ഞു. ഞങ്ങൾ ആരും അന്ന് രാത്രിക്ക് ശേഷം അവളെ കണ്ടിട്ടേയില്ല. എൽസയ്ക്ക് വലിയൊരു മിന്നലേറ്റതുപോലെയായിരുന്നു ആ വാക്കുകൾ. അവളുടെ ശരീരം വിയർക്കാൻ തുടങ്ങി.
മമ്മയെ കണ്ടിട്ടില്ലെന്ന് വെച്ചാൽ ഞങ്ങൾക്കറിയില്ല മോളെ. അവരെവിടെയാണെന്ന് ഇവിടുത്തുകാർക്ക് ആർക്കും അറിയില്ല. അപ്പോൾ എൻ്റെ പപ്പ, അദ്ദേഹം എവിടെയാണെന്നുള്ളത് അറിയാമോ? ഇതൊക്കെ എൻ്റെ വായ കൊണ്ട് തന്നെ നിന്നെ അറിയിക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്താ പറ്റിയത്? അന്ന് രാത്രി പപ്പ വരാമെന്ന് പറഞ്ഞു പോയിട്ട് പിറ്റേ ദിവസം വന്നില്ലെന്നാ മുത്തശ്ശി പറഞ്ഞത്. അതെ, അന്നേ ദിവസം അവൻ യാത്ര പറഞ്ഞു പോയതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. പക്ഷേ പിറ്റേ ദിവസം നിങ്ങളുടെ വീടിനടുത്തുള്ള പ്രേതക്കുളത്തിൽ ഒരു ജഡം പൊങ്ങിയിരുന്നു. അത് ഡേവിഡിൻ്റേതായിരുന്നു. എൽസ അവൾ പതിയെ കണ്ണു തുറന്നു. കണ്ണ് തുറന്ന പാടെ അവൾ ഷാരോണെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഷാരോൺ. എൻ്റെ പപ്പയെങ്കിലും എവിടെയെങ്കിലും ജീവിച്ചിരിക്കുമെന്ന് ഞാൻ കരുതിയത്. ഞാൻ ആ ആത്മവിശ്വാസത്തിലായിരുന്നു. ഇനി ഞാൻ ആർക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? എനിക്കിനി ജീവിക്കണ്ട. എൽസ, നീ ഇതെന്തൊക്കെയായി പറയുന്നേ? മരിച്ചു പോയെന്ന് കരുതിയെടുത്ത് നീ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞിട്ടല്ലേ ഇവിടേക്ക് വന്നത്? പ്രതീക്ഷ ഇപ്പോഴും പറ്റിയിട്ടില്ല. നിൻ്റെ മമ്മ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അവരെ കണ്ടുപിടിക്കണ്ടേ? അവർ ഇപ്പോഴും തൻ്റെ മകളുടെ വരവും കാത്തിരിപ്പുണ്ടെങ്കിലോ? അതേ മോളെ, റേച്ചലിനെ കണ്ടുപിടിക്കണം. അവരെവിടെയാണെങ്കിലും നമുക്കവരെ തിരികെ കൊണ്ടുവരണം. അവളിപ്പോഴും എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന് തന്നെയാണ് എൻ്റെയും പ്രതീക്ഷ. അല്ല, അയാൾ ആ ഫെഡറിക് എൻ്റെ പപ്പയെ ഇല്ലാതാക്കിയതുപോലെ ഇല്ല, അങ്ങനെ അയാൾക്ക് ചെയ്യാൻ കഴിയില്ല. ഒന്നുമല്ലേലും അതയാളുടെ സ്വന്തം മകളല്ലേ. സ്വന്തം മകളാണേലും ബലി കൊടുക്കാൻ ഒരുങ്ങിയ ആളല്ലേ. അത് ശരിയാ. പക്ഷേ അങ്ങനെ അയാൾ എന്തെങ്കിലും ചെയ്താൽ ദൈവം തമ്പുരാൻ പോലും പൊറുക്കില്ല മോളെ. അവൾ അത്രയ്ക്ക് പാവമായിരുന്നു. അറിഞ്ഞുകൊണ്ട് ഒരു ഉറുമ്പിനെ പോലും അവൾ നോവിക്കില്ല. മുമ്പ് നിങ്ങളുടെ ഫാം ഹൗസിൽ ഒളിച്ച് താമസിപ്പിച്ചിരുന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കൊണ്ടു കൊടുത്തിരുന്നത് ഞാനായിരുന്നു. സൂസൻ ആൻറ്റിക്ക് ഇറങ്ങാൻ കഴിയാതെ വരുമ്പോൾ എത്ര നേരം താമസിച്ചാലും ഒരു പരാതി പോലും പറയാതെ ആ ഭക്ഷണം വാങ്ങി കഴിക്കും. പക്ഷെ ഒരു ചോദ്യം മാത്രം ചോദിക്കും, മമ്മ എന്താ വരാഞ്ഞേ? പാവം, ആ നിറവയറുമായിട്ട് ഒറ്റയ്ക്ക് ആ ഫാം ഹൗസിൽ എങ്ങനെ കഴിച്ചു കൂട്ടിയെന്നും എനിക്കറിയില്ല. എല്ലാം മോൾക്ക് വേണ്ടിയിട്ട് അവൾ സഹിച്ചത്. മോളുടെ ഈ മുഖം കാണാൻ മോൾ തിരയണം, തിരഞ്ഞ് കണ്ടുപിടിക്കണം അവളെ. അവൾ ഉറപ്പോടെ തലയാട്ടി. മാം, ആ ഫാം ഹൗസ് ഇപ്പോഴും ഉണ്ടോ? ഇല്ല, അതൊക്കെ അയാൾ അന്ന് തന്നെ ഇടിച്ചു നിരത്തി. കുറച്ച് കഴിഞ്ഞ് ഇരുവരും ആ വീട്ടിൽ നിന്നിറങ്ങി. നിനക്കിനി ഒരു റൂം കണ്ടുപിടിക്കണ്ടേ? അത് ഞാൻ കണ്ടുപിടിച്ചു. എങ്ങനെ? ഓൺലൈനായിട്ട് ഞാനൊരു റൂം ബുക്ക് ചെയ്തു. ഇനി എന്താ പ്ലാൻ? എനിക്കിനി ഒരു പ്ലാനും ഇല്ല. എൻ്റെ എല്ലാ ഹോപ്പും നഷ്ടപ്പെട്ടു. മമ്മ എവിടെയാണെന്ന് ഇവിടെയുള്ള ആർക്കും അറിയില്ല. ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ എന്ന് പോലും അറിയില്ല. എനിക്കൊരു ഐഡിയ ഇല്ല ഷാരോൺ. ഞാൻ എവിടെയാണ് ചെന്ന് അന്വേഷിക്കേണ്ടത്? ആരോടാണ് ചോദിക്കേണ്ടത്? മമ്മയെക്കുറിച്ച് ഇനി അറിയാവുന്നത് അയാൾക്ക് മാത്രമാണ്. അയാളോട് ചോദിക്കാൻ കഴിയുമോ? ചോദിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ പിന്നീട് അയാൾക്ക് നമ്മളോട് സംശയമായിരിക്കും. പിന്നെ എന്ത് ചെയ്യും? എനിക്ക് ആ റൂമാണ് എനിക്ക് ഡൗട്ട്. ഷാരോൺ, ആ റൂമിൽ എന്തോ ഉണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും ആ റൂമിലൊന്ന് കയറി പറ്റണം.
എങ്ങനെ? എപ്പോഴും അയാൾ ആ വീട്ടിലുണ്ട്. അയാളുടെ കണ്ണ് വെട്ടിച്ചാലല്ലേ കയറാൻ പറ്റൂ. ഞാൻ എന്തായാലും ഇന്ന് രാത്രി കയറാൻ പോവുക. നോ, നീ ഒറ്റയ്ക്ക് ഒരിടത്തേക്കും പോകണ്ട എൽസ. ഞാനുള്ളപ്പോൾ, അതും പകൽ അന്വേഷിച്ചാൽ മതി. രാത്രി ഒരിടത്തേക്കും പോകണ്ട. രാത്രിയാണ് എനിക്ക് സൗകര്യമെങ്കിലോ? അയാൾ ഇല്ലാത്ത സമയത്തല്ലേ പറ്റൂ, ഇല്ലെങ്കിൽ അയാൾ ഉറങ്ങുന്ന സമയം. ഈ 2 സമയങ്ങളിലല്ലാതെ എനിക്ക് ആ റൂമിൽ കയറാൻ കഴിയില്ല. നീ പേടിക്കണ്ട, എനിക്കൊന്നും സംഭവിക്കില്ല. സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നിട്ടും ആ റൂമിനെ ചുറ്റിപ്പറ്റിയുള്ള ചിന്തകളും സംശയങ്ങളും അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. എന്തായിരിക്കും ആ റൂമിലുള്ളത്? എനിക്ക് മാത്രം ആ കരച്ചിൽ കേൾക്കുന്നത് എന്താ? എന്തായാലും ആ റൂമിൽ പോയി നോക്കുക തന്നെ, അവൾ മനസ്സിൽ കരുതി. അതിനിടയിൽ അവൾ എപ്പോഴോ അറിയാതെ ഉറങ്ങിപ്പോയി. പെട്ടെന്ന് ഒരു കരച്ചിൽ ശബ്ദം കേട്ട് അവൾ ഞെട്ടി ഉണർന്നു. ഒപ്പം ചില സംസാരങ്ങളും. ആരുടെയൊക്കെയോ ഉച്ചത്തിലുള്ള വർത്തമാനം അവൾക്ക് നന്നായിട്ട് കേൾക്കാം. അതാരാണെന്നറിയാൻ അവൾ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. നിങ്ങൾ ഏത് തരത്തിലാണ് നിലയിൽ വിലയെക്കുറിച്ച് സംസാരിക്കുന്നത്? നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവൃത്തികൾ ഞാൻ ഈ നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞാൽ തീരും. ഈ നിലയും വിലയും പകൽ വിളിച്ച ശബ്ദം വരുന്നത് താഴത്തെ നിലയിൽ നിന്നായതുകൊണ്ട് അവൾ ഇറങ്ങി താഴേക്ക് ചെന്നു. അപ്പോഴേക്കും ആ സംസാരം അവിടെ നിലയ്ക്കുകയും ചെയ്തു. അവളൊന്നും മനസ്സിലാകാതെ ചുറ്റിലും നോക്കി. എന്തായാലും അവിടെ അധിക നേരം നിൽക്കുന്നത് പന്തിയല്ല എന്ന് കരുതി അവൾ തിരികെ റൂമിലേക്ക് നടക്കാൻ തുടങ്ങി. എന്നാൽ എത്ര നടന്നിട്ടും അവൾക്ക് റൂമിലേക്കുള്ള വഴി തെളിഞ്ഞില്ല. നേരെ ചെന്ന് നിന്നത് ഒരു ഇടനാഴിയിലായിരുന്നു. ആ സ്ഥലമാണെങ്കിൽ അവൾക്ക് ഏതാണെന്ന് കൂടി അറിയില്ലായിരുന്നു. അവൾ മുന്നിൽ കണ്ട പാതയിലൂടെ ഓടാൻ തുടങ്ങി. ആരാ? എൽസ, ഇത് ഞാനാ, ഷാരോൺ. ഷാരോൺ, നീ എന്താ ഈ സമയത്ത്? അതൊക്കെ ഞാൻ പറയാം, നീ അത് വാതിൽ തുറക്ക്. ശരി, ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് അവൾ വാതിലിനടുത്തേക്ക് നടന്നു. അല്ല, നീ എങ്ങനെയാ അകത്ത് കയറിയത്? അവൾ വാതിലിനടുത്തേക്ക് നടക്കവേ ചോദിച്ചു. അതെല്ലാം ഞാൻ പറയാം, നീ അത് ഈ വാതിൽ തുറക്ക്. ശരി എന്ന് പറഞ്ഞ് അവൾ വാതിൽ തുറക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തു. ഈ സമയത്ത് എന്ന് പുറത്തുകൊണ്ട് അവൾ ആ ഫോൺ എടുക്കാൻ നേരെ ചെന്നു. അതും ഷാരോണായിരുന്നു. ഇവരെന്താ പുറത്ത് നിന്നിട്ട് പിന്നെ ഫോണിലും കൂടെ വിളിക്കുന്നേ, മണ്ടൻ എന്ന് പറഞ്ഞ് അവൾ കോൾ അറ്റൻഡ് ചെയ്തു. എന്താടാ, ഞാൻ വാതിൽ തുറക്കുമല്ലോ, പിന്നെ ഫോണിലും കൂടി വിളിക്കുന്നതിനാ? ഞാൻ. അപ്പോൾ നീയല്ലേ എൻ്റെ റൂമിൻ്റെ വാതിൽ മുട്ടിയത്?